ഇന്നത്തെ കാലത്ത് എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുക? ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു കാലത്ത് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റുഡൻറ്റ് എന്നോട് പറയുകയുണ്ടായി, മാഷെ കുറേ ആയിട്ട് പഠിച്ചിട്ട് ജോലിയൊന്നും കിട്ടുന്നില്ല, ഞാനൊരു ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്താലോ നോക്കുന്നുണ്ട്, ഗവൺമെൻറ് ജോലി നോക്കിയാലോ എന്നാണ് എൻ്റെ ഒരു പ്ലാന്. പക്ഷെ ഞാൻ മറ്റു പലരോടും ചോദിക്കുമ്പോൾ അവർ ഗവൺമെൻറ് ജോലിക്ക് നോക്കിയിട്ട് കാര്യമില്ല, ഗവൺമെൻറ് ജോലി കിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. റീസെൻ്റ്ലി ഞാനും ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, എന്താണ് ചെയ്യേണ്ടത്, മറ്റുള്ള ആളുകൾ നടക്കില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ വളരെ അടുത്ത ദിവസങ്ങളിൽ ഒരു സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞു, പക്ഷേ നെറ്റ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, കാരണം ഞാൻ ഒരു സ്ഥലത്ത് നെറ്റ് പഠിക്കാൻ പോയ സമയത്ത് ഒരു സ്റ്റഡി റൂമിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, നെറ്റ് പഠിച്ചിട്ട് എന്താ കാര്യം, നെറ്റ് പഠിച്ചിട്ട് ജോലിയൊന്നും കിട്ടൂലല്ലോ, ഇന്നത്തെ കാലത്ത് അങ്ങനെ ജോലിയൊന്നുമില്ലല്ലോ, നെറ്റ് പഠിച്ചിട്ടും ജോലി കിട്ടാത്ത ഒരുപാട് ആളുകളെ അവർ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ നമുക്കറിയാം. സിമിലർ ആസ്പെക്റ്റുകൾ മറ്റു പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ SSC പഠിക്കുന്ന ആളുകൾ ചിലപ്പം ബാക്കി പരീക്ഷ ചെയ്യുന്ന ആളുകളോട് പറയും, അല്ലെങ്കിൽ ബാക്കി പരീക്ഷ ചെയ്യുന്ന ആളുകൾ ബാക്കിയുള്ള എക്സാമുകൾ എഴുതുന്ന ആളുകളോട് പറയും. ഈ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഗവൺമെൻറ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പ്രൈവറ്റ് ജോലിക്ക് ശ്രമിക്കുന്നവരോട് പറയും, പ്രൈവറ്റ് ജോലി കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയുടെ പ്രശ്നങ്ങൾ പറയും. സോ എല്ലാ അർത്ഥത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തളർത്തലുകൾ വല്ലാതെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റുഡൻസ് എന്നുള്ള പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് ഒരുപാട് വരുന്ന കൺസേണുകളിലൊന്നാണ് പഠിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജോലി കിട്ടാത്ത, അതാണ് സിറ്റുവേഷൻ മെജോറിറ്റി ആളുകൾ. പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു എനർജി, ഒരു കൺസേൺ പഠിക്കാൻ തുടങ്ങുന്ന ആളുകളോട് പറയുക എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ വലിയ ഒരു ആസ്പെക്റ്റാണ്. ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ ഏതെങ്കിലും ജോലി കിട്ടിയാലും അതിലൊരു അത്യാവശ്യം നല്ല സാലറി കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് വ്യത്യസ്ത വീഡിയോകൾ ഈ ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന, ഞാനിപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും ഇതാണ്. നമ്മുടെ നാട്ടിലൊരു അൺഎംപ്ലോയ്മെൻറ്റ്, അതിൻ്റെ ഒരു റീസൺസ്, അതിൻ്റെ ഒരു ഗ്രേവിറ്റി, അത് എത്രത്തോളം സീരിയസ് ആണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ചെയ്താൽ വരും വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്താം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു സീരിയസ്നെസ് കൊണ്ട് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രസ്ട്രേഷൻ വരുന്നത് കൊണ്ടാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അതായത് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത് അടുത്തൊരു സെറ്റ് ഓഫ് ആളുകൾ, കിട്ടില്ല എന്നുള്ളത് അടുത്തൊരു സെറ്റ് ഓഫ് ആളുകൾ. ഇതുകൊണ്ട് കാര്യമില്ല. SSC പ്രിപ്പയർ ചെയ്യുന്നവർ PSC യോട് കാര്യമില്ല, PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നെറ്റ് കൊണ്ട് കാര്യമില്ല, ചിലപ്പോൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ JRF കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ പല സെറ്റ് ഓഫ് ആസ്പെക്റ്റുകൾ. അപ്പം ഇവിടെ മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മളെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തളർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള തളർത്തലുകൾ നമുക്ക് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി ജോലിയില്ലാത്ത പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, നമുക്കെല്ലാവർക്കും ജോലി വേണം, നമുക്കെല്ലാവർക്കും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവണം, നമുക്കെല്ലാവർക്കും നമ്മളെ പ്രിയപ്പെട്ടവരുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ശ്രമത്തെ തളർത്തുന്ന രീതിയിലുള്ള എഫേർട്ടുകൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അത് വളരെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അത്തരം സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകളാണ് നമ്മളിൽ മെജോറിറ്റി ആളുകൾ. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് ജോലി നമ്മൾ ഓൺ ദ അതർ സൈഡ് കാണാൻ ശ്രമിക്കുക. ഗവൺമെൻറ് ജോലി കിട്ടുന്ന ആളുകളുണ്ട്, ഗവൺമെൻറ് ജോലി കിട്ടാത്ത ആളുകളുണ്ട്. ഓക്കെ, ബേസിക്കലി SSC കിട്ടുന്ന ആളുകളുണ്ട്, കിട്ടാത്ത ആളുകളുണ്ട്, നെറ്റ് വെച്ചിട്ട് കിട്ടുന്ന ആളുകളുണ്ട്, കിട്ടാത്ത ആളുകളുണ്ട്. എല്ലാ ആസ്പെക്റ്റിലും കിട്ടുന്നതും കിട്ടാത്തതുമായിട്ടുള്ള ആളുകളുണ്ട്. ആ കിട്ടുന്ന സെറ്റ് ഓഫ് ആളുകൾ ആവാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ആ കിട്ടാത്ത സെറ്റ് ഓഫ് ആളുകളെ വെച്ചിട്ട് അതിനുള്ള ശ്രമത്തെ നമ്മൾ തളർത്തരുത് എന്നുള്ളതാണ്. കിട്ടാത്ത സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ, നമുക്കറിയാം അത് അവൈലബിലിറ്റി. പക്ഷേ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നൊരു കേസാണ്, മാഷെ ഞാനിപ്പം കൂടുതലായിട്ട് UGC നെറ്റ് റിലേറ്റഡ് ആയതുകൊണ്ട് UGC നെറ്റ് ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ, നെറ്റ് കിട്ടിയിട്ടും ജോലി കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഞാൻ അവരോട് പറയാറുള്ളത് ഒരു ഫാക്റ്റാണ്. നിങ്ങൾ നെറ്റ് ജോലിക്ക് വേണ്ടി മാത്രമായിട്ട് കാണുന്ന സമയത്ത് അത് അങ്ങനെ തന്നെയാണ് ഫാക്ട്. പക്ഷേ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ അക്കാഡമിക്കലി ക്വാളിഫൈ ചെയ്ത് പഠിച്ച് രക്ഷപ്പെട്ട നല്ല പോസ്റ്റിലുള്ള നല്ല ജോലിയുള്ള ആളുകളെ നിങ്ങൾ നോക്കുക. ആ ആളുകൾക്കൊക്കെ നെറ്റ് കിട്ടിയിട്ടുണ്ടാവും. I mean കോളേജ് ഹയർ ലെവലിലുള്ള ആളുകൾക്കൊക്കെ നെറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നെറ്റ് കിട്ടിയവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതിനേക്കാളേറെ രക്ഷപ്പെട്ടവരെല്ലാം നെറ്റ് കിട്ടിയവരാണ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കാണ് നമ്മളെ ശ്രമം പോകേണ്ടത്. അപ്പം
നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ എഫേർട്ടുകളും നമുക്ക് അത് PSC ആവട്ടെ, UGC നെറ്റ് ആവട്ടെ, SSC ആവട്ടെ, പ്രൈവറ്റ് ആവട്ടെ, എടുത്തുകൊണ്ടിരിക്കുന്ന എഫേർട്ടുകളെല്ലാം നമുക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള നമ്മുടെ ഒരുപാട് എഫേർട്ടുകളിൽ ഒന്ന് മാത്രമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്, നമുക്ക് എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു തവണ നിങ്ങൾ ഒരുപാട് പഠിച്ച് ഒരു ജോലിയും കിട്ടാത്ത ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അതിനേക്കാളേറെ വലിയ ഫ്രസ്ട്രേഷൻ പറഞ്ഞ് അവരെ ഡിസ്കറേജ് ചെയ്യാതെ പരസ്പരം എംപതറ്റിക്കലി മനസ്സിലാക്കുക, പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഇൻ ദ ഹാൻഡ് ആ ഹോപ്പാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. എവരിബഡി, എല്ലാവർക്കും നല്ല ജോലി കിട്ടണം, എല്ലാവർക്കും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ തളർത്തലുകൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ ഹോപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുക. ബിക്കോസ് ഇൻ ദ എൻഡ് നമ്മൾ ശാശാങ്ക് റിഡംഷൻ മൂവിയിലൊക്കെ പറഞ്ഞ പോലെ, റിമെമ്പർ ദാറ്റ്, ഓക്കെ, ഹോപ്പ് ഈസ് എ ഗുഡ് തിങ്, മേ ബി ദ ബെസ്റ്റ് ഓഫ് ഗുഡ് തിങ്സ് ആൻഡ് നോ ഗുഡ് തിങ് എവർ ഡൈസ്. പ്രതീക്ഷകളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാ കാലത്തും പ്രതീക്ഷകൾ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ പറ്റാവുന്നത്ര ചുറ്റുവട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, ക്രൈസിസുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷയുള്ളവരാവുക. ബാക്കിയുള്ള ആളുകൾക്ക് പ്രതീക്ഷകൾ നൽകാനും പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോകാനും ശ്രമിക്കുക. വരും വീഡിയോകളിലും നമ്മളെ സിറ്റുവേഷനിലെ ഒരുപാട് സീരിയസ് കേസുകൾ, കൺസേൺസുകൾ, സംഭവങ്ങളും ഇതോടൊപ്പം ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷകളും സംഭവങ്ങളും എല്ലാം ഞാൻ വരും വീഡിയോകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ വീഡിയോയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.